ഇതേ ഇന്നലെ സാധനങ്ങൾ മേടിക്കാൻ പോയ വീഡിയോ ആയിട്ട് ശരിക്കും പറഞ്ഞാൽ വീഡിയോ എടുക്കണം പോസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചതല്ല. എന്താണോ അങ്ങോട്ട് ഇങ്ങോട്ട് പറഞ്ഞു. ആദ്യം ഞാൻ വീഡിയോ എടുക്കാൻ ചമ്മൽ കാണിച്ചിരിക്കുകയായിരുന്നു കേട്ടോ, പുറത്തൊക്കെ പോകണമെന്നല്ല പറഞ്ഞു. അതിൻ്റെ ഇപ്പം എന്താ ഞാൻ വീഡിയോ എടുത്തരാമെന്ന് പറഞ്ഞിട്ട് ചേട്ടാ എനിക്ക് ആദ്യമായിട്ട് ഇങ്ങോട്ട് പറഞ്ഞെടുത്തുന്ന വീഡിയോ കേട്ടാ. അപ്പോൾ പിന്നെ പോസ്റ്റ് ചെയ്യാണ്ടിരുന്ന എങ്ങനെയാണ്? അപ്പോൾ ഞാൻ ചുമ്മാ എന്തായാലും വീഡിയോ ഒക്കെ എടുത്തതല്ലെന്ന് വിചാരിച്ചിട്ട് അത് ഇടണതാട്ടാ. അപ്പോൾ ദേ സാധനങ്ങൾ മേടിക്കാൻ വന്നേക്കാണ്. ചേട്ടായി ജോലി കഴിഞ്ഞിട്ട് വന്നതാട്ടാ. പിന്നെ ഞങ്ങളൊക്കെ കണ്ടില്ലേ ഡ്രസ്സ് മാറിയാൽ കുട്ടപ്പത്തി ഇട്ട് നിൽക്കണ പിള്ളേരെ പുറത്തിറക്കണമെങ്കിലുണ്ടല്ലോ അവർക്ക് ഇഷ്ടമുള്ളത് ഇട്ട് കൊടുത്താലേ വരുള്ളൂ. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, അരി മേടിക്കാണ്ടെന്ന് പറഞ്ഞ് ചുമ്മാ ഓടിക്കയറി പോയതാണ്. മേടിച്ച് ഇപ്പോൾ ഒരു സഞ്ചി നിറച്ച സാധനങ്ങളായി. അപ്പം ഞാൻ രാവിലെ ഇച്ചുവിനെ അംഗനവാടി വിട്ടിട്ടാട്ട് ഇതൊക്കെ ഒതുക്കാൻ നിന്നുള്ള. അപ്പോൾ ദേ പാപ്പിക്കുട്ട പിന്നെ പിന്നാലെ ഉണ്ട് ഓരോന്ന് അതിൻ്റെ ഇടയിൽ കൂടെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. മെയിനായിട്ട് ഞാൻ മേടിക്കുക പയർ കടല മുതിരപ്പരിപ്പ്, എനിക്കിതൊക്കെയാണ് പറ്റുള്ളൂ. അപ്പോൾ ഇടയ്ക്കൊക്കെ മാറി വെക്കേണ്ടതെന്ന് വെച്ച് മേടിച്ചു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു സ്പ്രേ മേടിച്ചിട്ടുണ്ട്, അതെടുത്ത് തുറന്നിട്ട് അറിയാത്ത പോലെ നിൽക്കുക കുഞ്ഞിക്കള്ളൻ. അപ്പോൾ ദേ പിന്നെ ഇവരെ പലഹാര പാത്രങ്ങളിൽ വേറൊന്നും ഇല്ല കേട്ടോ, അവർ ഓരോന്ന് വേണമെന്ന് പറഞ്ഞപ്പോൾ വലിയതൊന്നുമല്ല, വേറെ റൂട്ടിൻ്റെ ബിസ്ക്കറ്റ് പാപ്പിക്കുട്ടന് ഭയങ്കര ഇഷ്ടം. പിന്നെ അത് മേടിച്ചു. പിന്നെ പുട്ടുപൊടി അരിപ്പൊടിയൊക്കെ മേടിച്ചു, അത് അവിടെ വെച്ചു. പിന്നെ സോപ്പും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒരു മാസത്തേക്കൊക്കെ പോയിട്ട് മേടിച്ചാൽ പിന്നെ കുറച്ച് ആളത്തേക്ക് പോകണല്ലോ. അപ്പോൾ പാപ്പിക്കുട്ട ഇടയ്ക്കൂടെ എടുത്തിട്ടുണ്ട്, അതിൻ്റെ ഇടയിൽ കൂടെ ഒരു പേസ്റ്റും കൊണ്ട് ആൾ പോയിട്ടാണ്. പിന്നെ ഇതേ കുറച്ച് സാമ്പാർ പൊടി അതൊക്കെ മേടിച്ചു. അച്ചാർ പൊടി മേടിച്ചു, നമ്മുടെ പാവയ്ക്ക് അച്ചാർ സെറ്റായില്ലോ. അപ്പോൾ വീണ്ടും ഇടാന്ന് വെച്ചിട്ട് അച്ചാർ പൊടിയൊക്കെ മേടിച്ചു. പിന്നെ എന്തായാലും പോയതല്ലെന്ന് വെച്ച് ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ആ സാധനങ്ങളൊക്കെ മേടിച്ചു. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ പാപ്പിക്കുട്ട പേസ്റ്റൊക്കെ തന്നുട്ടാ. പിന്നെ മസാല ഉപ്പ് അങ്ങനത്തെയൊക്കെ മേടിച്ചു. പിന്നെ ആളെൻ്റെ കൂടെ ദേ മോളിൽ കയറിയിരുന്നു കേട്ടോ. അപ്പോൾ പോയപ്പോൾ അവിടെ നിന്ന് ഒരു മിഠായി മേടിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ബോൾ പോലത്തെ, അത് വെച്ച് കൊടുക്കാൻ വേണ്ടി എൻ്റെ കൂടെ ഇരുന്നാട്ടാ. പിന്നെ ദേ ഓയിലൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഓയിൽ ആൻറ്റിയുടെ കടയിൽ നിന്നായിട്ട് മേടിച്ചു. ഞാൻ തവിട് എണ്ണ ഇപ്പോൾ യൂസ് ചെയ്യണേ. അപ്പോൾ ആൻറ്റി അവിടെ അത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് തവിട് എണ്ണ മേടിച്ചത് കുപ്പിയിൽ ഒഴിച്ച് വെച്ചു. പിന്നെ ഞാൻ ഓയിലും മേടിച്ചു. എങ്ങാനും ഈ പറഞ്ഞ മാതിരി കേക്കിൻ്റെ ഓർഡർ കിട്ടി പിന്നെ ആ നേരത്ത് പോകണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഓയിൽ മേടിച്ച് ഇങ്ങനെ കുപ്പിയിൽ ഒഴിച്ച് വെക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ മേടിച്ചത് എല്ലാം സെറ്റായിട്ടാണ്. കുഞ്ഞ് വീഡിയോ ആണ്, ചുമ്മാ എന്തായാലും ചേട്ടാ എനിക്ക് ആയതായിട്ട് വീഡിയോ എടുത്തതല്ലേ, അപ്പോൾ അതുകൊണ്ട് പോസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേട്ടാ. ടാറ്റാ ബൈ.